ഫാസ്റ്റ് ഓൺ റിപ്പോർട്ട്. ഇടുക്കി ആനച്ചാലിൽ സ്കൈ ഡൈനിങ്ങിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങി. 1.5 മണിക്കൂറായി വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നു. കുഞ്ഞുങ്ങളടക്കം 5 പേരാണ് സ്കൈ ഡൈനിങ്ങിൽ ഉള്ളത്. രാഹുൽ സുരേഷ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. രാഹുൽ, ഇവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നതിനുള്ള നടപടികൾ എങ്ങനെയാണ്? എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ശ്രുതി, രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കഴിഞ്ഞ 1.5 മണിക്കൂറായി 5 പേർ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആനച്ചാലിലാണ് ഈ സ്കൈ ഡൈനിങ് ഉള്ളത്. അപ്പോൾ മൂന്നാറിലേക്കൊക്കെ പോകുന്ന വിനോദസഞ്ചാരികളാണ് പ്രധാനമായും ഈ സ്കൈ ഡൈനിങ്ങിൽ കയറാനായി എത്തുകയും ചെയ്യുന്നത്. നമുക്ക് മനസ്സിലാവുന്ന വിവരം അനുസരിച്ച്, അവിടെയുള്ള ആളുകൾ പറയുന്ന വിവരം അനുസരിച്ച് 2ഉം 4ഉം വയസ്സുള്ള 2 കുഞ്ഞുങ്ങളും ജീവനക്കാരും അടക്കം 5 പേരാണ് ഈ സ്കൈ ഡൈനിങ്ങിൽ ഉള്ളത്. ഏതാണ്ട് 100-150 അടിയോളം ഉയരത്തിലാണ് ഈ സ്കൈ ഡൈനിങ് ഇപ്പോൾ ഉള്ളത്. അതിൽ 1.5 മണിക്കൂർ മുമ്പാണ് ഈ ക്രെയിന് സാങ്കേതിക തകരാർ ഉണ്ടായെന്നാണ് പറയുന്നത്. ഈ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്കൈ ഡൈനിങ് പൊക്കി നിർത്തുന്നത്. അപ്പോൾ ഈ ക്രെയിനുണ്ടായ സാങ്കേതിക തകരാറാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പറയുന്നു. ഈ ക്രെയിന് ഒരു സ്വിച്ചിനുണ്ടായ തകരാറാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ക്രെയിനിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സിന്റെ സഹായം അവർ തേടിയിട്ടില്ല. പക്ഷേ അവിടെ ഈ ക്രെയിനുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ ക്രെയിൻ നന്നാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. 1.5 മണിക്കൂർ മുമ്പായിരുന്നു ഈ വിനോദസഞ്ചാരികൾ സ്കൈ ഡൈനിങ്ങിനായി ഇതിൽ കയറുന്നത്. അതിനുശേഷം 150 അടിയോളം ഉയരത്തിൽ ഈ സ്കൈ ഡൈനിങ് ഉയർത്തുകയും ചെയ്തു. അതിന് പിന്നാലെയായിരുന്നു ഈ ക്രെയിന് സാങ്കേതിക തകരാർ ഉണ്ടാവുന്നു. രാഹുൽ, കുഞ്ഞുങ്ങളടക്കമുണ്ട് അതിൽ. അവർ ഏറെ ആശങ്കയോടെ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഇതിപ്പോൾ ഇതിന്റെ സാങ്കേതിക പ്രശ്നം പരിഹരിക്കുന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും മാർഗം സ്വീകരിക്കുന്നുണ്ടോ? നമ്മൾ അടിമാലി ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അടിമാലി ഫയർഫോഴ്സിന്റെ സഹായം ഇതുവരെയും അധികൃതർ തേടിയിട്ടില്ല എന്നാണ് ഫയർഫോഴ്സ് പറയുന്നത്. നമ്മൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഈ കമ്പനി അധികൃതരുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ ഫയർഫോഴ്സിന്റെ സഹായം ആവശ്യമില്ല, അല്ലാതെ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തങ്ങളുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ടെന്ന മറുപടിയാണ് ഫയർഫോഴ്സിന് നൽകിയതെന്നാണ് ഫയർഫോഴ്സും പറയുന്നത്. എന്താണെങ്കിലും 1.5 മണിക്കൂറായി ഈ കുഞ്ഞുങ്ങളടക്കമുള്ള വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. ഏതാണ്ട് 150 അടി ഉയരത്തിലാണ് നിൽക്കുന്നത്. നേരത്തെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തയൊക്കെ ചെയ്തതുമാണ്. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളും അല്ലെങ്കിൽ മൂന്നാറിൽ തിരികെ വന്ന ശേഷം തിരികെ പോകുന്ന വിനോദസഞ്ചാരികളൊക്കെയാണ് ഈ ആനച്ചാലിലുള്ള സ്കൈ ഡൈനിങ്ങിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. 16 ആളുകൾ. ഇടുക്കി ആനച്ചാലിലാണ് സ്കൈ ഡൈനിങ്ങിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിയിരിക്കുന്നത്. ഏകദേശം 1.5 മണിക്കൂറിലധികമായി ഇവർ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. വിനോദസഞ്ചാരികളാണ് കുടുങ്ങിക്കിടക്കുന്നത്. അതിൽ കുഞ്ഞുങ്ങളടക്കമുണ്ട്. കുഞ്ഞുങ്ങളടക്കം 5ഓളം പേരാണ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. ഇവരെ പുറത്തേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് താഴേക്ക് ഇറക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇവർ. അതുകൊണ്ട് തന്നെ അഗ്നിശമന സേനയുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ രാഹുൽ പറയുന്നത്. രാഹുൽ അഗ്നിശമന സേനയുമായി ബന്ധപ്പെട്ടിരുന്നു, പക്ഷേ അവർക്ക് അങ്ങനെ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നൊരു നീക്കത്തിലേക്കാണ് ഇവർ നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സാങ്കേതിക പ്രശ്നം പരിഹരിച്ച് താഴേക്ക് ഇറക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. 5ഓളം പേരാണ് ഇപ്പോൾ ഇതിൽ കുടുങ്ങിക്കിടക്കുന്നത്. രാഹുൽ തുടരുന്നുണ്ട്. രാഹുൽ, നിലവിലെ ഒരു സാഹചര്യത്തിൽ അവർ ആശങ്കയുണ്ടാകും, ഏറെ ഭയത്തോടു കൂടി തന്നെയായിരിക്കും കുഞ്ഞുങ്ങളടക്കം ഉണ്ടാകുക എന്നുള്ളതാണ്. ഈ മറ്റു സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇത് സാങ്കേതിക പ്രശ്നം പരിഹരിച്ച് താഴേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറായിട്ടും ഇതിന് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്താ അടുത്ത ഘട്ടത്തിലേക്കാണ് അവർ കടന്നിട്ടുള്ളത്? ഇതുവരെ അതിലേക്ക് അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് കടന്നിട്ടില്ല എന്നാണോ മനസ്സിലാക്കുന്നത്? ശ്രുതി, ഈ ക്രെയിനുണ്ടായ സാങ്കേതിക തകരാറാണ് പ്രശ്നം. അതിനെ ഈ ക്രെയിൻ മുകളിലേക്ക് ഉയർത്തുന്ന ഏതോ ഒരു സ്വിച്ചിന് ഒരു തകരാർ ഉണ്ടായിട്ടുണ്ടെന്നാണ് അവിടുത്തെ അധികൃതർ പറയുന്നത്. അത് റെഡിയാക്കാനുള്ള, ആ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 1.5 മണിക്കൂർ പിന്നിടുകയാണ്. നമ്മൾ സാധാരണ രീതിയിൽ തന്നെ അതിൽ കയറി മുകളിലിരിക്കുമ്പോൾ തന്നെ വലിയ രീതിയിൽ ഭയം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. കാറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ചെറിയ രീതിയിൽ അതിന് ചലനം ഉണ്ടാവുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള ആശങ്കയോട് കൂടി തന്നെയായിരിക്കും ഈ ആളുകൾ മുകളിൽ ഉള്ളത്. കാരണം തീരെ ചെറിയ കുഞ്ഞുങ്ങളടക്കം ഉള്ള 5 പേരാണ്. അതിൽ ജീവനക്കാരുമുണ്ട്. ജീവനക്കാരടക്കം 2 കുഞ്ഞുങ്ങളടക്കം 5 പേർ ഈ സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരമാണ് നമുക്ക് പുറത്തേക്ക് വരുന്നത്. ഫയർഫോഴ്സിന്റെ സഹായം തേടിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ തന്നെ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് ഫയർഫോഴ്സിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വിനോദസഞ്ചാരികൾ എവിടെ നിന്നും എത്തിയ ആളുകളാണ് എന്നതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അതിൽ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും പുറത്തേക്ക് വരേണ്ടിയിരിക്കുന്നു. നാട്ടുകാരെല്ലാം തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. കാരണം മൂന്നാറിലേക്ക് എത്തുന്ന പ്രധാന പാതയോട് ചേർന്ന് തന്നെയാണ് ഈ സ്കൈ ഡൈനിങ് ഉള്ളത്.
അപ്പോൾ ഈ സംഭവം അറിഞ്ഞുകൊണ്ട് അവിടെയുള്ള പ്രദേശവാസികളും മറ്റുള്ള ആളുകളൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു 150ഓളം അടി ഉയരത്തിൽ ഈ ഡൈനിങ് നിൽക്കുന്നു എന്നതാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാവുന്നത്. ഈ നിലവിലുള്ള ക്രെയിൻ തകരാർ പരിഹരിച്ച ശേഷം അത് സാധാരണ രീതിയിൽ താഴേക്ക് ഇറക്കിയാൽ മാത്രമാണ് ഈ ആളുകളെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കുറച്ച് സമയം ഇനിയും എടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ തകരാർ പരിഹരിക്കേണ്ട ടെക്നിക്കൽ ജീവനക്കാർ അവിടെയുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം ഇപ്പോഴും നടക്കുന്നത്. പക്ഷേ അത് 1.5 മണിക്കൂർ 2 മണിക്കൂറായി ഇങ്ങനെ ഒരു 150 അടി ഉയരത്തിൽ ഈ 5 പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം. ശ്രുതി.